ദേശീയ അംഗീകാരം നീലക്കുയിൽ 1954. ജാതി വ്യവസ്ഥയും സാമൂഹിക അനീതിയും യാഥാർത്ഥ്യത്തോടെ അവതരിപ്പിച്ച നീലക്കുയിൽ. സംവിധാനം ഭാസ്കരൻ രാമു കാര്യാട്ട്. കഥ ഉറൂബ്. നിർമ്മാണം TK പരിക്കുട്ടി. അഭിനേതാക്കൾ സത്യൻ, മിസ് കുമാരി. മലയാള സിനിമയ്ക്ക് ആദ്യമായി പ്രസിഡന്റ് സിൽവർ മെഡൽ നേടിക്കൊടുത്ത ചിത്രം. ചെമ്മീൻ 1965. കടലും പ്രണയവും വിശ്വാസവും. ചെമ്മീൻ 1965 പ്രസിഡന്റ്സ് ഗോൾഡ് മെഡൽ നേടിയ ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രം. അന്നും ഇന്നും ഇന്ത്യൻ സിനിമയുടെ എക്കാലത്തെയും ക്ലാസിക്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ 1984. 3D വിപ്ലവം. 1984 മലയാള സിനിമ ലോകത്തെ അത്ഭുതപ്പെടുത്തി. മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇന്ത്യയിലെ ആദ്യ 3D സിനിമ. ജിജോ പുന്നൂസ് അമേരിക്കയിൽ നിന്ന് പ്രത്യേക ലെൻസുകളും സാങ്കേതികവിദ്യയും സ്വന്തം പഠിച്ചുകൊണ്ടുവന്നു. മുകളിലേക്കും താഴേക്കും തിരിയുന്ന അപ്സൈഡ് ഡൗൺ ഗാനം സ്വന്തം നിർമ്മിച്ച റൊട്ടേറ്റിംഗ് സെറ്റിലൂടെ. ഒരു ചെറിയ മലയാള ചിത്രം ലോക സിനിമയിൽ തന്നെ ചരിത്രത്തിലിടം നേടി. ആധുനിക നേട്ടങ്ങൾ 2024, 2025. കാലം മാറി, സാങ്കേതികവിദ്യ വളർന്നു, മലയാള സിനിമ ആഗോളവേദിയിലേക്ക് കുതിക്കുന്നു. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 2025 303 കോടി കടന്ന വേൾഡ് വൈഡ് കളക്ഷൻ. L2 എമ്പുരാൻ 2025 ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മലയാള ചിത്രങ്ങളിലൊന്ന്. ചെറിയ ഭാഷ, വലിയ സ്വപ്നങ്ങൾ. നിശബ്ദതയിൽ തുടങ്ങി, ശബ്ദം നേടി, നിറങ്ങൾ കണ്ടെത്തി, ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്ന മലയാള സിനിമ. ഇത് വെറും ചിത്രങ്ങളുടെ ചരിത്രമല്ല, ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ ആത്മകഥയാണ്. മലയാള സിനിമ ഇനിയും പുതിയ അധ്യായങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കും. സിനിമാ ചരിത്ര ഡോക്യുമെൻ്ററി, സ്ക്രിപ്റ്റ് ആൻഡ് റിസർച്ച് റഷീദ് തൊഴിയൂർ. ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ സിനിമാ ചരിത്ര ഗവേഷണങ്ങൾക്കായി പിന്തുടരുക.